നല്ല കാസ്റ്റിംഗ് കൊള്ളാം. ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് കണ്ടിരിക്കാനുള്ള എല്ലാ ഇതും തോന്നിട്ടുണ്ട്. കഥാപാത്രങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ട താരങ്ങളാണ്. ക്യാരക്ടറുകളാണ് ആ പേര് പോലെ തന്നെ നല്ലൊരു മൂവി, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മൂവി. ഇപ്പോൾ വിജയരാഘവനൊക്കെ നല്ല അടിപൊളി ക്യാരക്ടറാണ്. വിജയരാഘവനായാലും പിന്നെ ധ്യാൻ ശ്രീനിവാസനായാലും കൊടുത്ത ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ നായകൻ നമ്മുടെ നായകനാണ് സൂപ്പർ അടിപൊളി പടം, സൂപ്പർ പടം അടിപൊളി. അടിപൊളിയായിട്ടാ, നന്നായിട്ടുണ്ട്, നന്നായി ചേർത്ത് എല്ലാവരും കലക്കനായിട്ടുണ്ട്. ഞാനൊക്കെ നല്ല രസമായിട്ടാണ് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ നമ്മൾ വിചാരിച്ചൊരു സാധനം കിട്ടിയിട്ടുണ്ട്. സിറ്റുവേഷൻ കോമഡീസ് ആണ്. കോമഡി എന്ന് പറയാൻ പറ്റില്ല, ഇത് നമ്മൾ കണ്ടാലേ അത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും അടിപൊളി, എല്ലാവർക്കും നല്ലൊരു ട്രീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. മാസുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. കിട്ടില്ല പടം, ഒന്നും പറയാനില്ല. എല്ലാം നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനതിൽ അറബിക് സ്ത്രീയുടെ ഒരു ഡബ് ചെയ്ത് വോയിസ് ത്രില്ലറും അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഒക്കെയാണ്. ധ്യാൻ്റെയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലുക്കുവിനെ മേ ബി നമ്മൾ ഇതുപോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ കുറച്ചും കൂടി ഇൻറ്റൻസീവായിട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. കോമഡി അല്ല, കോമഡി ഉള്ള കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. അബു സലീം ഖാൻ്റെ ഭയങ്കര നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ക്യാരക്ടേഴ്സ് ഭയങ്കര രസമുള്ള, ചെറുതാണെങ്കിലും ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. കോമഡി സിനിമയല്ല, ഒരു ത്രില്ലറാണ്. ബേസിക്കലി മൂസിയൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ വളയാണ് ഇതിലെ നായകനും നായികയും. ഇതിലെ ത്രില്ലർ എലമെന്റും ഒക്കെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്പോയിലർ ആവും. ഡെഫിനറ്റ്ലി ഫാമിലിക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല. കുട്ടികൾക്കാണെങ്കിലും കാണാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന സിനിമ തന്നെയാണ്. യൂഷ്വലി ഉള്ള ചെറിയ എന്താ പറയുക ഫൈറ്റ് സീൻസ് ഒക്കെ അല്ലാതെ വേറെ അങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ട്. കാരണം മലയാള സിനിമയ്ക്ക് ഇപ്പൊ നല്ല കാലമാണ്. ലോകയും ഹൃദയപൂർവ്വം ഒക്കെ ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വള വരുന്നത്. അപ്പോൾ വള എത്രത്തോളം പ്രേക്ഷകർക്ക് കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ കണ്ടാണെന്നുള്ളത്. അതായത് ഇപ്പം സിനിമയുടെ ട്രെയിലറും അതുപോലെ അതിന്റെ സോങ്ങും എല്ലാം നല്ല അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ട് വേർഡ് ഓഫ് മൗത്തിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഹിറ്റ് അടിക്കാൻ പറ്റുന്ന സിനിമ. അപ്പം ഞാൻ പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്. ഒരു ചെറിയൊരു സാധനമാണല്ലോ വള എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഏരിയയിലേക്കൊക്കെ ആ വളയും കൊണ്ട് നമ്മളെ പോകണം. വളരെ നന്നായിട്ടുണ്ട്. അതിന് സസ്പെൻസുകൾ ഒരുപാട് ഒളിഞ്ഞിരിപ്പുണ്ട്. ലുക്മാനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഗംഭീര പ്രകടനം, അതുപോലെ തന്നെ രവീണയും ശീതളും, പിന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ പെയറായിട്ട് എനിക്കൊന്ന് വർഷങ്ങളുടെ ഇതായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടും വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണ മാമും ആദ്യമായിട്ടാണ് ഒരു പെയറിങ് കപ്പിളായിട്ട് ഇതിനകത്ത് വരുന്നത്. അതും ഗംഭീരമായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, സംഗീതം കൊണ്ടും നമ്മുടെ പാട്ടുകൾ കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഒപ്പം അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പടം. ഇതിന് വളക്കി ടിക്കറ്റ് എടുത്ത് നിങ്ങളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ പോയിട്ട് ആർക്കും തോന്നത്തില്ല. പ്രായഭേദമന്യേ ഒരു ഫാമിലിയിൽ എല്ലാത്തരം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ് വള.